പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCRT സോഷ്യൽ സയൻസ് 6ാമത്തെ ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നഗരവൽക്കരണം ആരംഭിക്കാൻ കാരണമായ സംഭവം പഠിച്ചു അല്ലെ. നവീന ശിലായുഗ കാലഘട്ടത്ത് സൂക്ഷ്മങ്ങളായ മിനുസമേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ ആയുധങ്ങൾ ഉപയോഗിച്ചത് കൃഷി വ്യാപകമാക്കാൻ കാരണമായി. അങ്ങനെ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന ശിലകൾക്ക് പകരം കൂടുതൽ കാഠിന്യമുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെമ്പ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി ആയുധങ്ങൾ നിർമ്മിച്ചു. ചെമ്പ് അത്യാവശ്യം ശിലകളേക്കാൾ കാഠിന്യമുള്ളതാണെങ്കിലും അതീവ കാഠിന്യമുള്ളതെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഇവര് വെങ്കലമെന്ന ലോഹ സങ്കരം നിർമ്മിച്ചു. ഉറപ്പേറിയ വെങ്കലമെന്ന ലോഹ സങ്കരം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ആരംഭിച്ചപ്പോൾ കൂടുതൽ എളുപ്പമുള്ളതായി ഇവർക്ക് തോന്നി. അങ്ങനെ ഇവര് ചെയ്തിരുന്ന കൃഷി ഇവര് കൂടുതൽ ഭൂപ്രദേശത്തേക്ക് കൃഷി വ്യാപിപ്പിച്ചു. കൂടുതൽ ഭൂപ്രദേശത്തേക്ക് കൃഷി വ്യാപിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭിച്ചു. ഇവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി ചില ഭൂപ്രദേശങ്ങൾ ഇവർ കണ്ടെത്തി. ആ ഭൂപ്രദേശങ്ങൾ പതിയെ പട്ടണങ്ങളായും നഗരങ്ങളായും മാറി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങളുടെ ഉപയോഗമാണ് നഗരവൽക്കരണത്തിലേക്ക് നയിക്കുന്നത്. ശിലായുഗ കാലഘട്ടത്തിൽ നിന്ന് ലോഹയുഗ കാലഘട്ടത്ത് ആദ്യ കാലഘട്ടമായ വെങ്കലയുഗ കാലഘട്ടത്താണ് നാഗരികതയ്ക്ക് തുടക്കം കുറിക്കപ്പെടുക. ആ നാഗരികതയാണ് ഇന്നേ ദിവസം നമ്മൾ പഠിച്ചുറപ്പിക്കുന്നത്. ഓക്കെ അല്ലെ? യെസ്, വെങ്കല യുഗ സംസ്കാരങ്ങൾ. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. ഇന്ന് നമ്മളത് റിവിഷൻ ചെയ്യുകയും ചെയ്യും. ഈ മാറ്റങ്ങളുടെ ഫലമായിട്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗ സംസ്കാരങ്ങൾ, സിവിലൈസേഷൻ രൂപം കൊണ്ടു. അത്തരത്തിൽ രൂപം കൊണ്ട വെങ്കലയുഗ സംസ്കാരങ്ങൾ 4 മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഹാരപ്പൻ അഥവാ സിന്ധു നദീതട സംസ്കാരം, പിന്നെ ചൈനീസ് സംസ്കാരം. വെങ്കലയുഗ സംസ്കാരങ്ങൾ നിലനിന്ന ഭൂപ്രദേശങ്ങൾ നോക്കി. ചൈനീസ് സംസ്കാരം ചൈനയിലെ പ്രധാനപ്പെട്ട നദിയുടെ തീരത്തായിരുന്നു. ഹൊയാങ്ഹോ നദിയുടെ തീരത്തായിരുന്നു. പിന്നെ നോക്കിയേ, മെസപ്പൊട്ടേമിയൻ സംസ്കാരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്ക് ഇടയിലായിരുന്നു ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിലോ നൈൽ നദീതീരത്ത്. പിന്നെ സിന്ധു നദീതീര സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം സിന്ധു നദിക്കരയിൽ. അതെന്താ നദീതീരങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, കൃഷി വ്യാപകമായി മാറിയത് നവീന ശിലായുഗ കാലഘട്ടത്താണ്. ആ കൃഷി വ്യാപകമായപ്പോഴാണ് മനുഷ്യന് സ്ഥിരവാസം ആരംഭിച്ചത്. സ്ഥിരവാസം ആരംഭിക്കാനുള്ള കാരണം കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൃഷി വ്യാപകമായി ലോഹയുഗ കാലഘട്ടം. ലോഹയുഗ കാലഘട്ടത്തിന്റെ ആദ്യഘട്ടമായ വെങ്കലയുഗ കാലഘട്ടത്ത് കൃഷി വ്യാപകമായി വർദ്ധിക്കപ്പെട്ടു. അപ്പൊ കൃഷിയാണ് സ്ഥിരവാസത്തിനും നഗരവൽക്കരണത്തിലേക്ക് നയിച്ചത്. കൃഷി ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട ഫലപുഷ്ടിയുള്ള മണ്ണ് ലഭ്യമായിരുന്നത് നദീതീരങ്ങളിലായിരുന്നു. അതുകൊണ്ട് മനുഷ്യൻ ആദ്യമായി കൃഷി ആരംഭിച്ചത് നദീതീരങ്ങളിലാണ്. ആ കൃഷിയുടെ അടിസ്ഥാനത്തിൽ സ്ഥിരവാസം ആരംഭിച്ചത് നദീതീരങ്ങളിലാണ്. ആ സ്ഥിരവാസത്തിന്റെ ഫലമായി കൃഷി വ്യാപകമാക്കിയത് നദീതീരങ്ങളിലായിരുന്നു. ആ കൃഷി വ്യാപകമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങൾ ഉണ്ടായത്, പട്ടണങ്ങൾ ഉണ്ടായത് നദീതീരത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വെങ്കലയുഗ സംസ്കാരങ്ങളെല്ലാം നദീതീരത്താണ് രൂപം കൊണ്ടത്. നമുക്ക് നോക്കാം. മെസപ്പൊട്ടേമിയൻ സംസ്കാരം. മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ ഭൂപ്രദേശം എന്നാണ്. നദികൾക്കിടയിലെ ഭൂപ്രദേശം എന്നാണ്. ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്? യെസ്, യുഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ. ഏതൊക്കെ നദികൾക്കിടയിലാണ്? യുഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകല്ലേ. ഓക്കെ, അപ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യരുത്. എന്തൊക്കെയാണ് നമ്മൾ പറയുക? മെസപ്പൊട്ടേമിയൻ സംസ്കാരം. മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നദികൾക്കിടയിലെ ഭൂപ്രദേശം എന്നാണ്. ഓക്കെ, നാഗരികതയുടെ കളിത്തൊട്ടിൽ. കാരണം നഗരവൽക്കരണം ആദ്യം ആരംഭിച്ചത് ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ്. മനുഷ്യന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് മനുഷ്യൻ രൂപം കൊണ്ട ആഫ്രിക്ക വൻകരയെ നമ്മൾ പഠിച്ചു അല്ലെ. ഈ ഒരു 6ാമത്തെ ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് 6ലെ
ഒന്നാമത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. മനുഷ്യൻ രൂപം കൊണ്ടത് ആഫ്രിക്കയിൽ എന്നാണ് നമ്മൾ പറയുക. മനുഷ്യന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. എന്നാൽ നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് നഗരവൽക്കരണത്തിന്റെ നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് എന്താണെടാ? യെസ്, മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. അല്ലെ? ഏതൊക്കെ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുക? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ. നിലവില് ഈ ഭൂപ്രദേശം എന്ന് പറയുന്നത് ഇറാഖിന്റെ ഭാഗമാണ്. ഇറാഖ് ഏഷ്യ വൻകരയിലാണോ? ആണ്. ഓക്കെ, നിലവിൽ ഈ ഭൂപ്രദേശം ഏത് വൻകരയുടെ ഭാഗമാണ്? ഏത് വൻകരയുടെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വൻകരയുടെ ഭാഗമാണ്? ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. മറക്കില്ലല്ലോ. ഇറാഖ് ഉൾപ്പെടുന്ന ഭൂപ്രദേശത്ത് വിവിധ കാലഘട്ടത്ത് ഇവയെ പൊതുവായി നമ്മൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരം, നദികൾക്കിടയിലെ സംസ്കാരം എന്നാണ് വിളിക്കുന്നതെങ്കിലും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ഭരണം നടത്തിയിരുന്നത്, ഈ ഭൂപ്രദേശത്ത് അധികാരം നിർവഹിച്ചിരുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ ഇവ സുമേറിയൻ സംസ്കാരമെന്നും ബാബിലോണിയൻ സംസ്കാരമെന്നും അസീറിയൻ സംസ്കാരമെന്നും കാൽഡിയൻ സംസ്കാരമെന്നും അറിയപ്പെട്ടു. എങ്ങനെ? 4 പേരുകൾ എന്തൊക്കെയാണ്? സുമേറിയൻ നാഗരികത എന്നിവയിൽ അറിയപ്പെട്ടിരുന്നു, സുമേറിയൻ സംസ്കാരം എന്ന് വിളിച്ചിരുന്നു, ബാബിലോണിയൻ സംസ്കാരം എന്ന് അറിയപ്പെട്ടിരുന്നു, അസീറിയൻ സംസ്ഥാനം അല്ലെങ്കിൽ അസീറിയാസ് സംസ്ഥാനം നാഗരികത എന്നിവയിൽ അറിയപ്പെട്ടിരുന്നു, കാൽഡിയൻ നാഗരികത എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ, മെസപ്പൊട്ടേമിയൻ നാഗരികതയുടെ വിവിധ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ട പേരെന്തൊക്കെയാണ്? എന്തൊക്കെ? സുമേറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, പിന്നെ കാൽഡിയൻ സംസ്കാരം. ഓക്കെ, വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടേമിയൻ സംസ്കാരം. അത് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ള 8ാം ക്ലാസ്സിലാണ്. നമ്മൾ അവിടെ വിശദമായിട്ട് ഓരോ ഭൂപ്രദേശത്തെയും കുറിച്ച് പഠിക്കും. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലടാ. വിവിധ കാലഘട്ടം അനുസരിച്ച് സുമേറിയനും അക്കാഡിയൻ എന്നും അസീറിയൻ എന്നും കാൽഡിയൻ എന്നും അറിയപ്പെട്ടു. അത്രമാത്രം. സുമേറിയൻ നാഗരികത എന്ന് പറയുമ്പോൾ മെസപ്പൊട്ടേമിയയുടെ ആദ്യ നഗരമായ ഉർ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയവരാണ്. ഓക്കെ, ഉർ നഗരത്തെ കുറിച്ച് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ, ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. നോക്കാം. നഗരജീവിതവും എഴുത്തുവിദ്യയും. മെസപ്പൊട്ടേമിയയില് നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയൻ നാഗരികതയായിരുന്നു. ആദ്യ നാഗരികത ആരാ? സുമേറിയൻ നാഗരികതയായിരുന്നു. ഓക്കെ, മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ നഗരം, പിന്നെ ഉറൂക്ക്, ലഗാഷ് എന്നിവ. ആദ്യത്തെ എന്താ? ഉർ നഗരം. ലോകത്തിലെ ആദ്യ പട്ടണം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഉർ നഗരമാണ്. കേരളത്തിലെ ആദ്യ നഗരം നമ്മള് മുസിരീസ്, അതായത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ ആദ്യ നഗരം എന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ ഉർ നഗരമാണ്. പിന്നെ മറ്റ് പ്രധാന നഗരങ്ങളായിരുന്നു ഇതൊക്കെ ഉറൂക്ക്, ലഗാഷ് എന്നിവ. ഓക്കെ, ഏഷ്യ വൻകരയിലാണെന്ന് ഞാൻ പറഞ്ഞു. മെസപ്പൊട്ടേമിയൻ സംസ്കാരം, അത് മനസ്സിലുണ്ടാവണം. ഓക്കെ, ഈ സുമേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത തലമുടിയോട് കൂടിയവൻ അഥവാ കറുത്ത തലമുടി ഉള്ളവൻ എന്നൊക്കെയാണ് കേട്ടോ. അത് നമുക്ക് വേണമെന്നില്ല. പക്ഷേ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാന സംഭാവന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സുമേറിയൻ നാഗരികതയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് കലപ്പയാണ്. ഏറ്റവും പ്രധാന സംഭാവന, സുമേറിയൻ സംസ്കാരത്തിന്റെ പ്രധാന സംഭാവന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലപ്പയാണ് കേട്ടോ. അത് മനസ്സിലുണ്ടാവണേ. അപ്പോൾ പ്രധാന നഗരങ്ങൾ ഉർ നഗരം, ഉറൂക്ക് നഗരം, ലഗാഷ്, പിന്നെ കലപ്പ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. നമ്മുടെ സിന്ധു നദീ സംസ്കാരം പഠിക്കുമ്പോൾ അവിടെ കലപ്പ പഠിക്കും. എങ്കിലും ഈ സുമേറിയക്കാരുടെ പ്രധാന സംഭാവന എന്ന് പറയുന്നത് കലപ്പയായിരുന്നു. ഇനി ഈ 4 നാഗരികത ഉണ്ടല്ലോ, സുമേറിയനുണ്ട്, അക്കാദിയനുണ്ട്, അസീറിയനുണ്ട്, കാൽഡിയനുണ്ട്. ഈ 4 കാലഘട്ടവും കൂടെ ചേർന്നിട്ട് കണ്ടെത്തിയ, ലോകത്തിന് നൽകിയ പ്രധാന സംഭാവന എന്ന് പറയുന്നത് ക്യൂണിഫോം ലിപിയാണ്. എന്താ ക്യൂണിഫോം ലിപി? നോക്കിയേ, ക്യൂണിഫോം ലിപിയുടെ ചിത്രമാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ആരാണ് വികസിപ്പിക്കുക? സുമേറിയക്കാരാണ് വികസിപ്പിക്കുക. അത് വീണ്ടും ആര് പ്രചരിച്ചു? സുമേറിയക്കാർക്ക് ശേഷം അക്കാഡിയൻ നാഗരികതയും അതുപോലെ തന്നെ അസിറിയൻ നാഗരികതയും കാൽഡിയൻ നാഗരികതയും ഒക്കെ പ്രചരിപ്പിച്ചു.
പക്ഷേ ഈ ലിപി വികസിപ്പിച്ചതാരാണ്? സുമേറിയക്കാരാണ്. ഉം. ആപ്പിന്റെ ആകൃതിയിൽ ആപ്പിന്റെ ആകൃതിയില് ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ് എന്താ ഈ ക്യൂണിഫോം എന്ന് പറയാം. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപി. കളിമൺ ഫലകങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരുന്നത്. അതായത് കളിമണ്ണില് ഇത് കമ്പ് കൊണ്ടോ മറ്റോ ഇങ്ങനെ എഴുതി, കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മിനുസമുള്ള ശിലകൾ കൊണ്ടോ ഇത് ചിത്രമായിട്ട് വരയ്ക്കും. എന്നിട്ട് ആ കളിമൺ ഫലകങ്ങൾ ഉണക്കി സൂക്ഷിക്കും. ഭൂപടം ആദ്യമായി ഉപയോഗിച്ചത് മെസ്സൊപ്പൊട്ടേമിയക്കാരാണ് കേട്ടോ. ലോകത്ത് ആദ്യമായി ഭൂപടങ്ങൾ നിർമ്മിച്ചത് കളിമൺ ഫലകത്തിൽ മെസ്സൊപ്പൊട്ടേമിയക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളിലാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. ചിലപ്പോൾ ശിഖരങ്ങൾ ഉപയോഗിച്ചിരുന്നു, പക്ഷെ കൂടുതലായിട്ട് ഉപയോഗിച്ചത് എന്താണ്? ഈറത്തണ്ടുകളാണ്. ഈറ എന്ന് കേട്ടിട്ടുണ്ടോ? ഈറ്റ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുതരം മുളവർഗത്തിൽപ്പെട്ട സസ്യമാണ് ഈറത്തണ്ടുകൾ. അപ്പോൾ കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ ഇവർ ഉപയോഗിച്ചിരുന്നത്. ക്ലിയർ ആണേ? അപ്പോൾ കളിമണ്ണ് ജലാംശമുള്ള സമയത്ത് എഴുതുകയും പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നു. വെയില് ആരാ നൽകുന്നത്? സൂര്യനാണ് അല്ലെ? ഇവർ സൂര്യനെ ആരാധിക്കുന്ന വിഭാഗമാണ്. അതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരം ആദ്യം പറഞ്ഞു, പ്രധാനപ്പെട്ട 4 സംസ്കാരത്തിൽപ്പെട്ടവരാണ്. മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുക, മെസ്സപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നദികൾക്കിടയിൽ ഭൂപ്രദേശം. ഏതൊക്കെ നദികളാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും. ഓക്കെ, ഏഷ്യ വൻകരയിലാണ് കാണപ്പെടുക. പ്രധാനമായും കാലഘടന അനുസരിച്ച് 4ആയി വേർതിരിച്ചിട്ടുണ്ട്: സുമേറിയൻ, അക്കാദിയൻ, അസീറിയൻ, കാൽഡിയൻ. അതിൽ സുമേറിയക്കാരായിരുന്നു ആദ്യ വിഭാഗം, ആദ്യ ജനത. അവരുടെ രൂപീകരിച്ച ആദ്യ നഗരമായിരുന്നു ഉർ. പിന്നെ ഉറൂക്ക്, ലഗാഷ്. ലോകത്തിലെ ആദ്യ നഗരമായി കിടക്കുന്ന ഉർ നഗരമാണ്. സുമേറിയക്കാരൻ നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത് കലപ്പയായിരുന്നു. ക്യൂണിഫോം ലിപി വികസിപ്പിച്ചത് മെസ്സൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ സുമേറിയൻ വംശജരായിരുന്നു. സുമേറിയക്കാരായിരുന്നു. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. എന്നിട്ട് കളിമൺ ഫലകങ്ങൾ ഉണക്കി സൂക്ഷിച്ചിരുന്നു. ക്ലിയർ ആണേ? അടുത്ത പറയട്ടെ. ഇനി അടുത്ത് പറയുന്നു, മെസ്സൊപ്പൊട്ടേമിയയുടെ സംഭാവനകൾ നോക്കിയേ. ശാസ്ത്രവും ഗണിതവും. ചന്ദ്രപഞ്ചാംഗം, അതായത് ചന്ദ്രന്റെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ കലണ്ടർ രൂപീകരിച്ചു. ചന്ദ്രപഞ്ചാംഗം രൂപീകരിച്ചത് മെസ്സൊപ്പൊട്ടേമിയക്കാരാണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ആദ്യമായി കണക്കാക്കിയത് മെസ്സൊപ്പൊട്ടേമിയക്കാരാണ്. ഹരണവും ഗുണനവും ആദ്യമായി കണ്ടെത്തിയത് മെസ്സൊപ്പൊട്ടേമിയക്കാരാണ്, അഥവാ സുമേറിയക്കാരാണെന്ന് പറയും. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്താണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതായിരുന്നു ഹമ്മുറാബിയുടെ നിയമസംഹിത. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കി. ഇപ്പോ PSC ചോദിച്ചപ്പോഴൊക്കെ ഇങ്ങനെയായിരുന്നില്ല നൽകിയിരുന്നത്. PSC ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, ദുങ്കി എന്നാണ് നൽകിയിരുന്നത്. രണ്ടും ഒരാൾ തന്നെ കേട്ടോ. ഇനി മുൻവർഷ ചോദ്യങ്ങൾ കാണുമ്പോൾ സംശയം ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് ഡുങ്കി അഥവാ ദുങ്കി. സുമേറിയൻ സംസ്കാരത്തിൽപ്പെട്ട ദുങ്കി എന്ന വ്യക്തിയായിരുന്നു നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടായിരുന്നു ആര് നിയമം സൃഷ്ടിക്കുക? യെസ്, അക്കാഡിയൻ നാഗരികതയിലെ ഹമ്മുറാബി നിയമസംഹിത തയ്യാറാക്കാം. ലോകത്തിലെ ആദ്യ നിയമസംഹിതയായി കണക്കാക്കുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. ഹമ്മുറാബി മെസ്സൊപ്പൊട്ടേമിയയിൽ ഏത് നാഗരികതയിൽപ്പെട്ട ആളാണ്? അക്കാദിയൻ നാഗരികതയിൽപ്പെട്ട ആളാണ് കേട്ടോ. അക്കാദിയൻ നാഗരികതയിൽപ്പെട്ട ആളായിരുന്നു. ഈ അക്കാദിയൻ നാഗരികതയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബാബിലോൺ എന്ന് വിളിക്കുക. ബാബിലോൺ സംസ്കാരം അഥവാ ബാബിലോൺ സാമ്രാജ്യം. ഓക്കെ, മനസ്സിലായോ? രാജ്യവിസ്തൃതി രൂപീകരിച്ചത് ആദ്യമായി ഈ അക്കാദിയൻ വംശജത്തിൽപ്പെട്ടവരായിരുന്നു. ആദ്യമായി രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചത് അക്കാദിയൻ വംശജത്തിൽപ്പെട്ടവരായിരുന്നു. ആസ്ഥാനം ബാബിലോൺ ആയതുകൊണ്ട് അതിനെ ബാബിലോൺ സംസ്കാരമെന്നും ബാബിലോൺ സാമ്രാജ്യമെന്നും വിളിച്ചു. ആദ്യമായി സാമ്രാജ്യം സ്ഥാപിച്ചത് ഈ ഹമ്മുറാബിയുടെ നേതൃത്വത്തിലായിരുന്നു, അല്ലെങ്കിൽ അക്കാദിയൻ സംസ്കാരത്തിൽപ്പെട്ടവരായിരുന്നു. അത് മനസ്സിലുണ്ടാവണേ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. മെസ്സൊപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ നോക്കാം. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ദുങ്കിയുടെ കാലഘട്ടത്തിലായിരുന്നു നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചത്.
ഈ ദുങ്കിയുടെ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് അക്കാദിയൻ വംശത്തിലെ അല്ലെങ്കിൽ ബാബിലോൺ വംശത്തിലെ ഹമ്മുറാബി നിയമസംഹിത തയ്യാറാക്കുക. ലോകത്തെ ആദ്യ നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് നമുക്കറിയാം. ശരിയാണേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് വരാം. മെസപ്പൊട്ടേമിയൻ സംസ്കാരം. മെസപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നദികൾക്കിടയിലെ പ്രദേശം. യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾക്കിടയിലാണ് നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. നാഗരികതയിൽ ഏറ്റവും ആദ്യം വെങ്കല സംസ്കാരത്തിൽ ആദ്യം രൂപം കൊണ്ടത് എന്തായിരുന്നു? ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരമായിരുന്നു. കാലഘടന അനുസരിച്ച് 4 വംശങ്ങൾ ചേർന്നതായിരുന്നു മെസപ്പൊട്ടേമിയൻ സംസ്കാരം. എന്തൊക്കെ? സുമേറിയൻ, ബാബിലോണിയൻ. ബാബിലോണിയൻ എന്ന് നമ്മൾ അക്കാദിയൻ നാഗരികത എന്ന് വിളിക്കും. ഈ അക്കാദിയൻ നാഗരികതയുടെ ആസ്ഥാനം ബാബിലോൺ ആയതുകൊണ്ടാണ് ബാബിലോണിയൻ സംസ്കാരം എന്ന് വിളിക്കുക. പിന്നെ അസീറിയൻ സംസ്കാരമുണ്ട്, കാൽഡിയൻ സംസ്കാരമുണ്ട്. ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന ആരാ? സുമേറിയക്കാരല്ലേ? ആ സുമേറിയക്കാരാണ് നമ്മൾ തുടർന്ന് പഠിക്കുക. മെസപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയൻ വംശജരായിരുന്നു. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായ ഉറൂക്ക്, ലഗാഷ് എന്നിവ പണിയെടുപ്പിച്ചത് സുമേറിയക്കാരാണ്. മെസപ്പൊട്ടേമിയക്കാരുടെ സംഭാവനയായ ക്യൂണിഫോം ലിപി ആദ്യമായി തയ്യാറാക്കിയത്, വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. അഥവാ സുമേറിയൻ വംശജരായിരുന്നു. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ്. കളിമൺ ഫലകങ്ങളിൽ എഴുതി ഉണക്കി അവരെ സൂക്ഷിച്ചിരുന്നു. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. മെസപ്പൊട്ടേമിയയുടെ സംഭാവനകൾ എന്തൊക്കെ? ചന്ദ്രപഞ്ചാംഗം. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ആദ്യമായി കണക്കാക്കി. ചന്ദ്രപഞ്ചാംഗം, ചന്ദ്രന്റെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ കലണ്ടർ തയ്യാറാക്കി. പിന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ആദ്യം തയ്യാറാക്കി. ഹരണവും ഗുണനവും ആദ്യമായി കണ്ടെത്തിയത് മെസപ്പൊട്ടേമിയക്കാരാണ്. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ദുങ്കിയുടെ കാലഘട്ടത്തെ നിയമങ്ങൾ ക്രോഡീകരിച്ചു. ഈ ദുങ്കി തയ്യാറാക്കിയ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ അക്കാദിയൻ വംശത്തിലെ ബാബിലോൺ വംശത്തിലെ ഹമ്മുറാബി എന്ത് ചെയ്യുന്നത്? ലോകത്തിലെ ആദ്യ നിയമസംഹിതയായ ഹമ്മുറാബിയുടെ നിയമസംഹിത തയ്യാറാക്കുക. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നതായിരുന്നു ഹമ്മുറാബിയുടെ നിയമസംഹിത, അല്ലെ? യെസ്, നിങ്ങൾക്കറിയാം. ബാബിലോണിയൻ ഭരണാധികാരി, ബാബിലോണിയന്റെ മറ്റൊരു പേര് എന്താ? അക്കാദിയൻ. എന്താണ്? അക്കാദിയൻ. ബാബിലോണ് അക്കാദിയൻ സുമേറിയൻ വംശം കഴിഞ്ഞിട്ട് വന്നവരാണ് അക്കാദിയൻ വംശം. അക്കാദിയൻ വംശത്തിന്റെ ആസ്ഥാനം ബാബിലോൺ ആയതുകൊണ്ടാണ് അത് ബാബിലോൺ സാമ്രാജ്യം എന്നും അറിയപ്പെടുക കേട്ടോ. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ BCE, അതായത് ബിഫോർ കോമൺ എറ, അല്ലെ? ബിഫോർ കോമൺ എറ BCE 1792 1750 ഇടയിൽ ജീവിച്ചിരുന്നു. അത് ഭരണം നടത്തിയിരുന്നു. ഭരണം നടത്തിയിരുന്നു. 1792 1750 നമ്മള് ബിഫോർ കോമൺ എറ അവരോഹണ ക്രമത്തിലും കോമൺ എറ ആരോഹണ ക്രമത്തിലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണേ? യെസ്, അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ നിയമസംഹിതയാണ്, ലോകത്തെ ഏറ്റവും ആദ്യത്തെ നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പല്ല എന്ന ശിക്ഷാരീതിയായിരുന്നു ഈ നിയമസംഹിതയിലുള്ളത്. അതായത് ഞാനിപ്പോ ഒരാളുടെ കൈ അടിച്ചൊടിച്ചു, എനിക്ക് എന്ത് ശിക്ഷ കിട്ടും? എന്റെ അതേ കൈ അടിച്ചൊടിക്കും. ഈ രീതി നമ്മൾ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? ഈ ശിക്ഷാരീതി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാനൊക്കെ ഉൾപ്പെടെ എന്റെ സ്കൂളിൽ ചെയ്തിട്ടുള്ളത് ഇതേ രീതിയായിരുന്നു. ഹമ്മുറാബിയുടെ നിയമസംഹിത. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. ഹമ്മുറാബിയുടെ നിയമസംഹിത ഞങ്ങളോ? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ പേരിൽ ആരോപിക്കപ്പെടും. അതായിരുന്നു ഈ ഹമ്മുറാബിയുടെ നിയമസംഹിത. പണ്ട് ഓർമ്മയുണ്ടോ? നമ്മൾ യൂണിഫോം ഇട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ അബദ്ധമല്ല, നമ്മുടെ പുറകിലിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്, നമ്മുടെ ആത്മാർത്ഥ ഫ്രണ്ട് ആയിരിക്കും, അവന്റെ പേന കൊണ്ട് നമ്മുടെ ഷർട്ടിൽ വരഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ കൊണ്ട് അതിന്റെ നീളവും അതിന്റെ തിക്നെസ്സും കണക്കിലെടുത്ത് അതേ നിബ് കിട്ടുന്ന പേന എടുത്ത് തിരിച്ചു വരഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ ബുക്കിൽ നോട്ട് എഴുതുമ്പോൾ എന്റെ കൂട്ടുകാരന് ഒരു വരയിട്ടാൽ അതേ അളവിൽ തിരിച്ചു വരയിടുന്ന ഒരു സമ്പ്രദായം ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ഞാനെന്നല്ല, നിങ്ങളിൽ പലരും സ്വീകരിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. കാര്യം മനസ്സിലായോ? യെസ്, അത്രയേ ഉള്ളൂ. ബി ഹാപ്പി ഓൾവേസ്. അടുത്ത പറയുന്നു, യെസ്, അടുത്ത് പറയുന്നു സിഗറാത്തുകൾ. എന്താണ് സിഗറാത്തുകൾ എന്ന് പറയുന്നത്? മെസപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുക? സിഗറാത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുക. മെസപ്പൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് അഥവാ ക്ഷേത്രങ്ങളാണ്. ആരാധനാലയങ്ങൾ എന്ന വാക്കിന് പകരം ക്ഷേത്രം എന്ന വാക്ക് ഉപയോഗിക്കും കേട്ടോ. ആരാധനാലയങ്ങൾ അഥവാ ക്ഷേത്രങ്ങളാണ് സിഗറാത്തുകൾ എന്ന് പറയപ്പെടുക. പ്രധാനമായും നഗരങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. നമ്മൾ പറഞ്ഞു ഉറൂക്ക്, ലഗേഷ് എന്നീ നഗരങ്ങൾ പണിയെടുപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യ നഗരം ഏതാ? ഉർ നഗരമല്ലേ? അതെ, നോക്കിയേ, ഇഷ്ടികൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത്. ഉർ നഗരത്തിലെ സിഗറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പൊ ആദ്യ നഗരം ഉർ നഗരമാണ്.
അവിടെ നിർമ്മിച്ചിട്ടുള്ള സിഗ്രാത്താണ് ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാനായിട്ട് കഴിയുക. കൈകൊണ്ട് നിർമ്മിച്ച കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇഷ്ടികകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നത്. കൈകൊണ്ട് മണ്ണ് കുഴയ്ക്കും, അതിനെ നമ്മൾ ചളി എന്ന് വിളിക്കും അല്ലെ. ആ ചളി കുഴച്ച് അതിനെ കല്ലുകളായി, അതായത് ഇഷ്ടികകളായി നിർമ്മിച്ച ഇഷ്ടികകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചിരുന്നത്, സിഗറാത്തുകൾ എന്ന ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ മെസൊപ്പൊട്ടേമിയയുടെ ആരാധനാലയങ്ങൾ സിഗറാത്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രധാനമായും എവിടെയാണ് കാണപ്പെട്ടിരുന്നത്? നഗരങ്ങളിലാണ് കാണപ്പെട്ടിരുന്നത്. സിഗറാത്തുകൾ നഗരങ്ങളിലാണ്. ആദ്യ നഗരം ഒരു നഗരത്തിലുണ്ടോ? ഉണ്ട്. അടുത്ത് പറയുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്തിലെ രാജാക്കന്മാര് ഫറവോ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഫറവോമാര് എന്താ പറയുക, മരണശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് ഇവര് വിശ്വസിച്ചിരുന്നു. മറ്റൊരു ജീവിതമുണ്ട് എന്ന് ആര് വിശ്വസിച്ചിരുന്നു? ഈജിപ്തിലെ ഭരണാധികാരികളായ ഫറവോമാര് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തിരുന്നു? മരണശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നും അതുകൊണ്ട് മരണശേഷം തനിക്ക് ആഡംബരമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് വസ്തുക്കള്, അത് ലൗകിക വസ്തുക്കളുണ്ട്, പിന്നെ സമ്പത്തുണ്ട്, ഇതൊക്കെ ശേഖരിച്ചു വെക്കുന്ന ഒരു പിരമിഡ് സമ്പ്രദായം ഇവര് തുടക്കം കുറിച്ചിരുന്നു. ഓക്കെ, പിരമിഡ് സമ്പ്രദായം ഇവര് തുടക്കം കുറിച്ചിരുന്നു. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഇന്നും നിലനിൽക്കുന്ന ലോക ചരിത്രത്തിലെ ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് അന്നത്തെ സാഹചര്യത്തിൽ കേവലം മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട പടുകൂറ്റൻ നിർമ്മിതിയാണ് പിരമിഡ് എന്ന പേരിൽ അറിയപ്പെടുക. അത്രയും പ്രാധാന്യമുണ്ട്. ഓക്കെ അല്ലേ? യെസ്, മറക്കരുത്, വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ കൃത്യമായി തന്നെ അത് പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പോ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. അതിനുവേണ്ടി ഫറവോമാർ അവരുടെ വാസസ്ഥലമായി പണികഴിപ്പിച്ചിരുന്ന ഭൂപ്രദേശമാണ്. മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണികഴിപ്പിച്ച നിർമ്മിതികളാണ് പിരമിഡുകൾ എന്ന പേരിൽ അറിയപ്പെടുക. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിത വരുമാന മാർഗം. എന്തൊക്കെയാ കൃഷി ചെയ്തിരുന്നേ? ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി തുടങ്ങിയവ. ഓക്കെ. അപ്പൊ കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി തുടങ്ങിയവ. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിക്കരയിലാണ് അല്ലെ. നമ്മൾ ആദ്യമേ പറഞ്ഞു വന്നു, നൈൽ നദിക്കരയിലാണ്. അപ്പൊ ഏത് വൻകരയിലായിരിക്കും? ഏഷ്യ വൻകരയിലായിരിക്കും, ആഫ്രിക്കയിലായിരിക്കും? ആഫ്രിക്ക വൻകരയിലാണ്. വെങ്കലയുഗ സംസ്കാരങ്ങളിൽ ഏഷ്യ വൻകരയ്ക്ക് വെളിയിലുള്ള ഒരേ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. മെസ്സപ്പൊട്ടേമിയ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന ഭൂപ്രദേശമുള്ള ഏഷ്യ വൻകരയിലാണ്. പിന്നെ സിന്ധു നദിയുടെ സംസ്കാരം ഏഷ്യ വൻകരയിലാണ്. ചൈനീസ് സംസ്കാരം ഏഷ്യയിലാണ്. വെങ്കലയുഗ സംസ്കാരങ്ങളിൽ ആഫ്രിക്കയിലുള്ള അല്ലെങ്കിൽ ഏഷ്യ വൻകരയ്ക്ക് പുറത്തുള്ള ഒരേ ഒരു നാഗരികതയാണ്, ഒരേ ഒരു വെങ്കലയുഗ സംസ്കാരമാണ് എന്താ? ഈജിപ്ഷ്യൻ സംസ്കാരം. എവിടെയാണ് ഉണ്ടായിരുന്നത്? ആഫ്രിക്ക വൻകരയിലെ നൈൽ നദീതീരത്ത് രൂപം കൊണ്ട കാർഷിക സംസ്കാരം. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നു? നൈലിന്റെ ദാനം എന്ന് വിളിച്ചിരുന്നു. പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും ഏറ്റവും പ്രശസ്തവുമാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത എന്നാണ് ഫറവോമാരുടെ ശവകുടീരമായ പിരമിഡുകളാണ്. ഫറവോമാർക്ക് മരണാനന്തര ജീവിതമുണ്ടെന്നും മരണാനന്തര ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ട എല്ലാ വസ്തുക്കളും ഈ പിരമിഡിൽ അടക്കം ചെയ്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ. പിരമിഡിൽ അടക്കം ചെയ്യുമ്പോൾ ഫറവോയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്നത് കൂടാതെ ഫറവോയുടെ ശരീരം ജീർണിച്ചു പോകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുക. ഓക്കെ, നോക്കാം. യെസ്, മൃതദേഹങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിക്കുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുക. അതിന്റെ അർത്ഥം പിരമിഡ് നിർമ്മിച്ചതിന് ശേഷം പിരമിഡിനകത്ത് മമ്മി കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുക അല്ലെ.
ഫറവോ വരുന്ന തൂത്തം ഖാന്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. തൂത്തം ഹാമൻ. തൂത്തൻ ഹാമന്റെ മമ്മിയാണ് ഏറ്റവും പ്രശസ്തമായത് എന്ന് പറയുക. തൂത്തൻ ഹാമന്റെ മമ്മി ഏറ്റവും പ്രശസ്തമായതിന് കാരണം എന്താണ്? ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും സമ്പന്നമായത്. ഏറ്റവും സമ്പന്നമായത്. കാരണം ആ മമ്മിയോടൊപ്പം, അതായത് ഈ മമ്മിയോടൊപ്പം എന്ത് ചെയ്തിരുന്നു? ഒട്ടനവധി സ്വർണ്ണ വസ്തുക്കൾ ആലേഖനം ചെയ്തു. അതുകൊണ്ട് ഈ തൂത്തൻ ഹാമന്റെ പിരമിഡിനെ ഗോൾഡൻ ഫറവോ എന്നാണ് വിളിക്കുക. തൂത്തൻ ഹാമൻ എന്തെന്നാണ് വിളിക്കുക? ഗോൾഡൻ ഫറവോ എന്നാണ് വിളിക്കുക. കേട്ടോ, ഗോൾഡൻ ഫറവോ എന്നാണ് വിളിക്കുക. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ ഓർമ്മിക്കാം, പിരമിഡുകൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറവോയുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ എന്ന് പറയുന്നത്. പിരമിഡുകളിൽ ഏറ്റവും വലുത് എവിടെയാണ്? ഗിസയിലെ പിരമിഡാണ്. പിരമിഡിൽ ഏറ്റവും വലുത് എവിടെയാണ്? ഗിസയിലെ പിരമിഡാണ്. ഈ ഗിസയിലെ പിരമിഡിൽ അടക്കം ചെയ്തിരുന്നത് കുഫു എന്ന ഭരണാധികാരിയാണ് കേട്ടോ. ഗിസയിലെ പിരമിഡിൽ അടക്കം ചെയ്തിരുന്ന ആരെയാണ്? കുഫു എന്ന് പറയുന്ന ഫറവോയാണ് അടക്കം ചെയ്തിരുന്നത് കേട്ടോ. ഇനി ഏറ്റവും പഴയതെന്ന് ചോദിച്ചാലോ? പഴയത് 8ാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ട് കേട്ടോ. ഏറ്റവും പഴയ പിരമിഡ്, ഏറ്റവും വലിയ പിരമിഡ് എന്ന് പറയുന്നത് ഗിസയിലെ പിരമിഡാണ്. മഹത്തായ പിരമിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ഹുഫു എന്ന ഫറവോയുടെയാണ്. ഹുഫു എന്ന ഫറവോയുടെയാണ്. ഏറ്റവും പഴയ പിരമിഡ് എന്ന് പറയുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്കാറയിലാണ്. സക്കാറ പീഠഭൂമി കേട്ടോ. ഏറ്റവും പഴയത് എവിടെയാണ്? സക്കാറ പീഠഭൂമിയിലാണ്. ഓക്കെ. പിന്നെ ഒരേ ഒരു വനിതാ ഫറവോയുടെ പിരമിഡ് ഉണ്ട്. അത് കെയ്റോയിലാണ്. ഹാഷെപ്സൂത്ത് എന്ന ഫറവോയുടെ, വനിതാ ഫറവോയുടെ കെയ്റോയിലാണ് സ്ഥിതി ചെയ്യുക. നമ്മൾ പിന്നീട് പഠിക്കും. തൽക്കാലം ഈ 2 പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോ ഗിസയിലെ പിരമിഡാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് അതിനെ ദ ഗ്ലോറിയസ് പിരമിഡ്, മഹത്തായ പിരമിഡ് എന്ന് വിളിക്കാറുണ്ട്. ഏറ്റവും വലുത്, ഏറ്റവും പ്രശസ്തമായതും ഗിസയിലെ പിരമിഡാണ്. അത് ഏത് ഫറവോയുടെയാ? ഖുഫു എന്ന ഫറവോയുടെയാണ്. ഖുഫു എന്ന ഫറവോയുടെ. ഇനി മമ്മികൾ. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി ജീർണിക്കാതെ അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായമാണ് മമ്മികൾ. ഫറവോ ആയിരുന്ന തൂത്തൻഹാമിന്റെ മമ്മിയാണ് ഏറ്റവും പ്രധാനമായത്. ഈ മമ്മികൾ സൂക്ഷിക്കുന്ന എവിടെയാണ്? പിരമിഡുകൾക്കുള്ളിലാണ്. പിരമിഡുകൾക്കുള്ളിലാണ് മമ്മി സൂക്ഷിക്കുക. ഈ തൂത്തൻഹാമിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ഗോൾഡൻ ഫറവോ എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും സമ്പന്നമായ മമ്മി ആരുടേതായിരുന്നു? തൂത്തൻഹാമിന്റെയാണ് എന്നത്. ഇനി മെസ്സപ്പൊട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ. നമ്മള് മെസ്സപ്പൊട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യ നമ്മൾ പഠിച്ചു ക്യൂണിഫോം ലിപിയാണ് അല്ലെ? അതുപോലെ ഈജിപ്തുകാരുടെ എഴുത്തുവിദ്യയാണ് നമ്മൾ പരിശോധിക്കുക. മെസ്സപ്പൊട്ടോമിയക്കാരുടേതുപോലെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്ന് നോക്കുക. എന്താണ്? പുരാതന ഈജിപ്തുകാരുടെ എഴുത്തുലിപി ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെടുക. എങ്ങനെ അറിയപ്പെടുന്നു? ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ എഴുത്തുവിദ്യ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മറക്കില്ലല്ലോ, ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഈ ഹൈറോഗ്ലിഫിക്സിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടി ചേർന്ന ലിപിയാണ്. പക്ഷേ നമ്മുടെ മെസ്സപ്പൊട്ടേമിയൻ ലിപി എന്താ? ചിത്രലിപിയായിരുന്നു. മെസ്സപ്പൊട്ടേമിയൻ ലിപി ചിത്രങ്ങളുടെ ലിപി അല്ലെ? ആപ്പിന്റെ മാതൃകയിലുള്ള ചിത്രങ്ങളായിരുന്നു ലിപികളായി വച്ചിരുന്നത്. എന്നാൽ ഇവിടെ ചിഹ്നരൂപങ്ങളും അക്ഷരരൂപവും കൂടി ചേർന്ന ലിപിയാണ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടി ചേർന്ന ലിപിയാണ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. മറക്കില്ലല്ലോ. അപ്പോ വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് അവർ വായിക്കുക. വലത്തുനിന്ന് ഇടത്തോട്ട്. നമ്മള് സാധാരണ ബുക്കിൽ എഴുതുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടല്ല എഴുതുന്നത്. ഇപ്പൊ ഞാൻ ഈ സ്ലൈഡൊക്കെ വായിക്കുന്ന ഇടത്തുനിന്ന് വലത്തോട്ടല്ല ഇടാം അല്ലെ? പക്ഷെ ഹൈറോഗ്ലിഫിക്സ് എന്താ? വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിക്കുക. ഓക്കെ, യെസ്, മറക്കില്ലല്ലോ. അപ്പോ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ എഴുത്ത് ലിപി എന്ന പേരിൽ അറിയപ്പെടും? ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ അറിയപ്പെടും. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത്. ചിഹ്നരൂപവും അക്ഷരൂപവും കൂടി ചേർന്ന ലിപിയാണ്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഹൈറോഗ്ലിഫിക്സ് വായിച്ചിരുന്നത്. ക്ലിയർ ആണ്? ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ശാസ്ത്ര നേട്ടങ്ങൾ നമുക്ക് നോക്കാം. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്ഷ്യൻ സംസ്കാരത്തില് പുരോഗതി നേടിയിട്ടുണ്ട്. ഗണിതവും വൈദ്യശാസ്ത്രവും. ഗണിതശാസ്ത്രത്തിലെ ജാമിതീയ രൂപങ്ങൾക്ക് ജാമിതിക്ക് അടിസ്ഥാനമിട്ടത് ആരായിരുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ട്. ട്രിഗണോമെട്രി എന്ന് നമ്മൾ പറയില്ലേ? ട്രിഗണോമെട്രി, ജാമിതീയ രൂപങ്ങൾ, ജാമിതീയ
അടിസ്ഥാനം തുടക്കം കുറിച്ചത് എവിടെ നിന്നായിരുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്നായിരുന്നു. ഓക്കെ അല്ലേ? മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പോൾ ശാസ്ത്ര നേട്ടങ്ങൾ എന്തൊക്കെ? ജാമിതിക്ക് ഗണിതശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി പ്രാപിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജാമിതീയ രൂപത്തിന്, അതായത് ചതുരം, ത്രികോണം എന്നിവയുടെ വിസ്തൃതി കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ, ജാമിതിക്ക് തുടക്കമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം, സങ്കലനം, വ്യവകലനം എന്നിവ ആരുടെ സംഭാവന തന്നെ? ആരുടെ സംഭാവന തന്നെ? സങ്കലനം, വ്യവകലനം എന്നിവ ഈജിപ്തുകാരുടെ സംഭാവന തന്നെയാണ്. സങ്കലനം, വ്യവകലനം എന്നിവ ഈജിപ്തുകാരുടെ സംഭാവനയാണ്. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങളടങ്ങിയ ഒരു വർഷമായിരുന്നു ഇവരുടെ സൗരപഞ്ചാംഗം. അപ്പൊ ചന്ദ്രപഞ്ചാംഗം നിർണയിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു, മെസ്സൊപ്പൊട്ടേമിയക്കാരാണ്. ചന്ദ്രപഞ്ചാംഗം തയ്യാറാക്കിയത് മെസ്സൊപ്പൊട്ടേമിയക്കാരാണ്. കൂടാതെ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും അവർ കണക്കാക്കി, മെസ്സൊപ്പൊട്ടേമിയക്കാർ. ഇവിടെ സൗരപഞ്ചാംഗം സൂര്യന്റെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ കലണ്ടർ തയ്യാറാക്കി. സൗര പഞ്ചാംഗം, സോളാർ കലണ്ടർ തയ്യാറാക്കിയത്. ചന്ദ്രന്റെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രപഞ്ചാംഗം, ചന്ദ്ര കലണ്ടർ തയ്യാറാക്കിയത് മെസ്സൊപ്പൊട്ടേമിയക്കാരാണ്. ഇവിടെ സൗര പഞ്ചാംഗം തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഈജിപ്റ്റ് സംസ്കാരമാണ്. 30 ദിവസങ്ങളിൽ വീതമുള്ള 12 മാസം, 30 ദിവസങ്ങൾ വീതമുള്ള 12 മാസം, കൂടാതെ 5 ദിവസം ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുക. 5 ദിവസം കലണ്ടറിൽ ഉൾക്കൊള്ളിച്ചിരുന്നില്ല, 5 ദിവസം ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ മൊത്തം എത്ര ദിവസം? 365 ദിവസം. 365 ദിവസങ്ങളടങ്ങിയ ഒരു വർഷമാണ് എന്ത്? സൗരപഞ്ചാംഗം എന്ന് പറയുക. ക്ലിയർ ആണേ? അപ്പൊ സൗരപഞ്ചാംഗം തയ്യാറാക്കിയത് ഈജിപ്തുകാരും ചന്ദ്രപഞ്ചാംഗം തയ്യാറാക്കിയത് ആരാണ്? മെസ്സൊപ്പൊട്ടേമിയക്കാരുമാണ്. അതാണ് ഇമ്പോർട്ടന്റ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. എന്തൊക്കെ കൃഷി ചെയ്തിരുന്നു? ഗോതമ്പ്, ബാർലി, തിനവർഗ്ഗങ്ങൾ. തിനവർഗ്ഗങ്ങൾ എന്ന് പറയും വളരെ മഴ കുറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ചെയ്തിരുന്നതാണ് അല്ലെ. തിനവർഗ്ഗങ്ങള്, പഴവർഗ്ഗങ്ങള്, ചണം, പരുത്തി തുടങ്ങിയവ. നൈൽ നദീതടത്ത് വളർന്നു വന്ന സംസ്കാരമായതുകൊണ്ട് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്ത് സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരമായ പിരമിഡുകൾ. മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവർ പിരമിഡുകൾ പണികഴിപ്പിച്ചിരുന്നത്. പിരമിഡുകളിൽ എന്ത് സൂക്ഷിച്ചിരുന്നു? മമ്മികൾ അല്ലെ. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായമാണ് മമ്മികൾ എന്ന പേരിൽ അറിയപ്പെടുക. ഏറ്റവും വലിയ പിരമിഡ് ഗിസയിലാണ്. ആരുടേത്? കുഫു എന്ന ഫറവോയുടെ. ഏറ്റവും പഴയ പിരമിഡ് എവിടെയെന്ന് ചോദിച്ചാൽ സക്കാറയിലുമാണ്. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി സൂക്ഷിച്ചിരുന്ന മമ്മിയിൽ ഏറ്റവും പ്രശസ്തമായത് അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നമായിരുന്നത് ആരുടേതാണ്? തൂത്തൻഹാമിന്റെ മമ്മിയാണ്. അതുകൊണ്ട് തൂത്തൻഹാമിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ഗോൾഡൻ ഫറവോ എന്ന് വിളിക്കാറുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൽ അറിയപ്പെടുക. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ എഴുത്തെന്നാണ്. ചിഹ്നരൂപവും അക്ഷരൂപവും കൂടി ചേർന്ന ലിപിയാണ്. വലത്തുനിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരിക്കുക. ഗണിതശാസ്ത്രത്തിലെ ജാമിതീയ രൂപങ്ങൾക്ക് അടിസ്ഥാനമിട്ടത്, പ്രത്യേകിച്ച് ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് ആരായിരുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. പിരമിഡിന്റെ ആകൃതി വെച്ച് നമുക്ക് കണക്കാക്കാനായിട്ട് വരും പെട്ടെന്ന് അല്ലെ. സങ്കലനം, വ്യവകലനം എന്നിവ ആരംഭിച്ചത് ഈജിപ്തുകാരായിരുന്നു. 30 ദിവസം എന്നുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം ആഘോഷങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച് അങ്ങനെ 365 ദിവസങ്ങളടങ്ങിയ സൗരപഞ്ചാംഗം സൂര്യന്റെ ചലനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയത് ഈജിപ്തുകാരാണ്. ചന്ദ്രപഞ്ചാംഗം തയ്യാറാക്കിയത് മെസ്സൊപ്പൊട്ടേമിയക്കാരും സൗരപഞ്ചാംഗം തയ്യാറാക്കിയത് ഈജിപ്തുകാരുമാണെന്ന് ഓർമ്മിക്കും. സെറ്റാണേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് വെങ്കലയുഗ സംസ്കാരത്തിലെ ചൈനീസ് സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവുമാണ്, അഥവാ ഹാരപ്പ സംസ്കാരം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.